ആത്മലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഡിറ്റേഷൻ അഥവാ ധ്യാനം. നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത് ഭൗതികമായ ഒരു നേട്ടത്തിനും വേണ്ടിയല്ല. സ്പിരിച്വാലിറ്റി ജീവൻ്റെ പരിണാമത്തിനാണ് കൂടുതൽ ഉപകരിക്കപ്പെടുന്നത്. യഥാർത്ഥ മെഡിറ്റേഷൻ എന്നത് മനസ്സിൻ്റെ സൂക്ഷ്മ ബോധതലത്തിലേക്ക് ആക്സസ് നേടുക എന്നതാണ്. ഭൗതിക ബോധത്തിൽ ഈ പേഴ്സണാലിറ്റിയിലൂടെ ഭൂമിയെ എക്സ്പീരിയൻസ് ചെയ്യാൻ ജന്മമെടുത്ത് വന്നിരിക്കുന്നത് ജീവനാണ്. പലപ്പോഴും ആ ജീവന് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ മനസ്സാണ് കീ കൊടുത്ത പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സ് പ്രവർത്തിക്കുന്നത് 10% ഓഫ് ഭൗതിക കോൺഷ്യസ്നെസ്സിലാണ്. എന്നാൽ 90% ഓഫ് സൂക്ഷ്മ തലത്തിലുള്ള കോൺഷ്യസ്നെസ് ലെയേഴ്സിലാണ് കിടക്കുന്നത്. ആ 90% ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ ജീവൻ അഥവാ സെൽഫിന് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ ബ്രെയിനിൻ്റെ അവബോധ തലം പ്രവർത്തിപ്പിച്ചു തുടങ്ങിയാൽ മാത്രമേ കോൺഷ്യസ്നെസ്സിന് എക്സ്പാൻഡ് ആയി ജീവന് പരിണാമം സംഭവിക്കുകയുള്ളൂ. സയൻറ്റിസ്റ്റുകളും യോഗികളും ഈ സൂക്ഷ്മ ബോധതലത്തിലേക്ക് ആക്സസ് നേടുന്നുണ്ട് പലപ്പോഴും. അതിന് കാരണം അവരിലുള്ള എനർജിയാണ്. ഈ എനർജി അവരെങ്ങനെയാണ് നേടുന്നത്? ഫോക്കസിങ്, കോൺസെൻട്രേഷൻ, ശ്രദ്ധയും ഏകാഗ്രതയും. അതുകൊണ്ടാണ് ഈ എനർജി അവർ നേടുന്നത്. സാധാരണ ഒരു മനുഷ്യന് ഡീപ്പ് സ്ലീപ്പിൽ കോൺഷ്യസ്നെസ് ലെയറിലേക്ക് താനെ കണക്റ്റായി എനർജി ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ കുറവാണ്. ഉണരുമ്പോൾ തൊട്ട് പ്രവൃത്തികളിലൂടെ, ചിന്തകളിലൂടെ, സങ്കല്പങ്ങളിലൂടെ ഒക്കെ നേടിയ ഈ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസവും ഉറങ്ങിയാൽ മാത്രമേ ഈ എനർജി കിട്ടുകയുള്ളൂ. പക്ഷെ എത്ര കിട്ടിയാലും മൈൻഡിൻ്റെ സെൽഫ് ടോക്ക് മൂലം ഈ എനർജി ഒരുപാട് വേസ്റ്റ് ആകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു അറിവ് സ്വന്തമാക്കണമെങ്കിൽ പോലും എനർജി ചെലവാക്കിക്കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ. അങ്ങനെ നിയന്ത്രണമില്ലാത്ത എനർജി ലോസ്റ്റ് കാരണം വർഷങ്ങളോളം സ്പിരിച്വൽ അന്വേഷണവും ധ്യാനവും ഒക്കെ ചെയ്തിട്ടും മൈൻഡ് കാം സ്റ്റെബിലിറ്റി നിലനിർത്താൻ സാധിക്കാതെ വരുന്നുണ്ട് പലപ്പോഴും നമ്മൾക്ക്. വീണ്ടും മെഡിറ്റേഷൻ ചെയ്ത് എത്ര എനർജി നേടിയാലും ആ കുറച്ച് സമയത്തേക്ക് മൈൻഡ് കാം ആയിരിക്കും. വീണ്ടും ഭൗതികത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ വീണ്ടും ഡിസ്റ്റർബ്ഡ് ആകും. അതിന് കാരണം നമ്മളിൽ നിന്ന് ധാരാളം എനർജി നഷ്ടപ്പെടുന്നുണ്ട്. ചിന്തകളിലൂടെ, സങ്കല്പങ്ങളിലൂടെ, സെൽഫ് ടോക്കിലൂടെ എല്ലാം. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മൈൻഡ് സ്റ്റെബിലിറ്റി നേടണമെങ്കിൽ എനർജി നഷ്ടപ്പെടാതെ സേവ് ചെയ്യണം. ഇങ്ങനെ ലഭിക്കുന്ന എനർജി എങ്ങനെ സേവ് ചെയ്യാം? നമ്മുടെ ജീവനൊരു അവയർനെസ് ഉണ്ട്. ആ അവയർനെസ്സിന് നമ്മുടെ മനസ്സും ശരീരവും എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ എനർജി നഷ്ടപ്പെടാതെ സേവ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് കാണുന്നു, എവിടെ നിൽക്കുന്നു, എന്ത് സ്പർശിക്കുന്നു, എന്താണ് നമ്മളുടെ സ്ഥലകാല ബോധ ചിന്തകളിലൂടെ മനസ്സിലെ ചിന്തകളെ കൂടി നിരീക്ഷിക്കണം. അപ്പോൾ മൈൻഡിൽ സെൽഫ് ടോക്ക് കുറയാൻ തുടങ്ങും. കൂടാതെ ഓരോ ചിന്തകൾക്കിടയിലും ഒരു ഗ്യാപ്പ് വരും. ഒരു ചിന്ത കഴിഞ്ഞ് അടുത്ത ചിന്ത വരുന്നതിന് ഇടയിൽ ഒരു ഇടവേള അനുഭവപ്പെടും. കൂടാതെ പ്രകൃതിയിലെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ പോലും നമുക്ക് കേൾക്കാൻ പറ്റും. കിളികളുടെ ശബ്ദം, കാറ്റിൻ്റെ സ്പർശനം, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ആ ഒരു അവയർനെസ്സിൽ ശ്രദ്ധയോടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു എന്ന് ശ്രദ്ധിക്കുമ്പോൾ, അങ്ങനെ നിരന്തരം നമ്മൾ ശ്രദ്ധയോടെ അവയർനെസ്സോടുകൂടി, കോൺഷ്യസ്നെസ്സോടുകൂടി ഇരിക്കാൻ കഴിഞ്ഞാൽ അവയർനെസ് എക്സ്പാൻഡായി അത് പുറത്തേക്ക് കടക്കാൻ തുടങ്ങും. എങ്ങനെ അവയർനെസ് എക്സ്പാൻഡായി ഇത് പുറത്തേക്ക് വന്നു എന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങും, ഇൻറ്റ്യൂഷൻസ് ലഭിക്കാൻ തുടങ്ങും. കൂടാതെ പ്രകൃതിയിൽ നിന്നും പല തരത്തിലുള്ള ഇൻഫർമേഷൻസും നമുക്ക് കിട്ടിത്തുടങ്ങും. ഏഞ്ചൽ നമ്പേഴ്സ്, ബട്ടർഫ്ലൈസ്, ഇതെല്ലാം നമുക്ക് കാണാൻ തുടങ്ങും.
മനസ്സ് പ്രകൃതിയുടെ ഋതത്തിൽ അലൈൻമെൻറ്റിലേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ മൈൻഡ് കാമായി നമ്മൾ അറ്റോമിക് തലത്തിലേക്ക് കടക്കും. അറ്റോമിക് തലത്തിലേക്ക് ആക്സസ് കിട്ടിയാൽ എനർജി കൂടുതൽ ലഭിച്ചു തുടങ്ങും. അങ്ങനെ നേടുന്ന എനർജി കൊണ്ട് സബ് അറ്റോമിക് തലത്തിലേക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സമാധി അവസ്ഥ അനുഭവിക്കാൻ സാധിക്കും. സമാധി അവസ്ഥയിൽ നമ്മൾ പൂർണ്ണ അവെയർനെസ്സോടു കൂടിയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവെയർനെസ് ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഡെയിലി അവെയർനെസ് ശ്രദ്ധിക്കുന്നതോടുകൂടിയിട്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നതോടുകൂടിയിട്ട്, നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുന്നതോടുകൂടിയിട്ട് അവെയർനെസ് പുറത്തേക്ക് എക്സ്പാൻഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സമാധി അവസ്ഥയിൽ ഇരിക്കുമ്പോഴും ഈ അവെയർനെസ് പുറത്തേക്ക് എക്സ്പാൻഡ് ആയിട്ടുണ്ടാവും. 360 ഡിഗ്രിയിൽ നമ്മളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സബ് അറ്റോമിക് ലെവലിലേക്ക് നമ്മൾ കണക്റ്റ് ആകുന്നതോടുകൂടി ബ്രെയിൻ മനസ്സിൻ്റെ ഫീലിംഗ് ബ്ലോക്കുകളിൽ നിന്നെല്ലാം ഡിറ്റാച്ചഡ് ചെയ്യപ്പെടും. മനസ്സിൻ്റെ സ്ട്രെസ്സ് എല്ലാം കുറയാൻ തുടങ്ങും. കാരണം നമ്മുടെ ബോധതലം ആക്സസ് ആയി തുടങ്ങി. അറ്റോമിക് തലത്തിലേക്ക് നമ്മൾ കടന്നു. നമ്മുടെ അവെയർനെസ് കൂടി. അങ്ങനെ കൂടുതൽ ഫോക്കസിങ് ചെയ്യാനുള്ള എനർജി കിട്ടുന്നു. കോൺസെൻട്രേഷനിലൂടെ ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് തലം എല്ലാം കടന്ന് ഒടുവിൽ നമ്മൾ എത്തുന്നത് സബ് അറ്റോമിക് തലത്തിലുള്ള സ്ട്രിങ് കണക്ഷനിലേക്കായിരിക്കും. സ്ട്രിങ് അറ്റോമിക് കണത്തിലേക്കായിരിക്കും. സ്ട്രിങ് എന്ന് പറയുമ്പോൾ അതൊരു വൈബ്രേഷൻ ത്രെഡാണ്. വൈബ്രേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ത്രെഡ് പോലെയാണ്. അതൊരു വേവ്സാണ്, ഒരു മ്യൂസിക് പോലെയാണത്. ആ സ്ട്രിങ്ങിലൂടെ ഈ യൂണിവേഴ്സിൻ്റെ എൻഡ് വരെ നമുക്ക് കണക്ഷൻ കിട്ടും. എല്ലാ ഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിലും എല്ലാം ഈ വൈബ്രേറ്റിംഗ് ചെയ്യുന്ന ഈ സ്ട്രിങ് ആ ഫ്രീക്വൻസിയിൽ പോയി കണക്റ്റഡ് ആവും. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഫ്രീക്വൻസി പോയി കണക്റ്റഡ് ആവും. ഈ പ്രപഞ്ചം മുഴുവൻ പഞ്ചഭൂത തത്വത്തിലൂടെ വികസിച്ചു വന്നിരിക്കുന്നത് എല്ലാ സ്ട്രിങ്ങുകളും ഒരുമിച്ച് റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ് ഈ പ്രണവമന്ത്രം ഓങ്കാരം. അപ്പോൾ ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാത്തിനും ആ സ്ട്രിങ് ഉണ്ട്. അതെല്ലാം പോയി ഒരു പോയിന്റിലേക്ക് കണക്റ്റ് ആവും. നമ്മുടെ മൈൻഡും ആ ഒരു പോയിന്റിലേക്ക് കണക്റ്റഡ് ആവും. ആ ഒന്നിൽ നിന്നാണ് ഈ കാണായ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഭൂമിയും സയൻസും എനർജികളും ജീവജാലങ്ങളും ജീവനില്ലാത്ത വസ്തുക്കളും എല്ലാം എന്ന് മനസ്സിലാകാൻ തുടങ്ങും. എല്ലാം ഒന്നാണെന്ന ആ ഡിവൈൻ വൺനെസ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങും. അങ്ങനെ ഡിവൈൻ വൺനെസ്സിലൂടെ നമുക്ക് കരുണയും സ്നേഹവും നമ്മുടെ മനസ്സിലുണ്ടാവാൻ തുടങ്ങും. പതുക്കെ പതുക്കെ സെൽഫ് റിയലൈസേഷനിലേക്ക് കടക്കും. സെൽഫ് എന്തിനാണോ ജന്മമെടുത്ത് ഈ പേഴ്സണാലിറ്റിയിലൂടെ ഈ ഭൂമിയെ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിരിക്കുന്നത് അതിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. ബ്രെയിൻ അതിൻ്റെ ശക്തി കുറച്ച് സെൽഫിൻ്റെ കൺട്രോളിലേക്ക് ബ്രെയിൻ വരാൻ തുടങ്ങും. അപ്പോൾ ചിന്തകളെ സെൽഫിൻ്റെ കൺട്രോളിലേക്ക് വരും. സെൽഫ് ടോക്ക്, ഇമാജിനേഷനും എല്ലാം സെൽഫിൻ്റെ കൺട്രോളിലേക്ക് മാറ്റപ്പെടും. ബ്രെയിനിൻ്റെ ആക്റ്റീവ് ആകാതെ കിടക്കുന്ന ബോധതലങ്ങൾ വർക്കായി കോൺഷ്യസ്നസ് എക്സ്പാൻഡ് ആകാൻ തുടങ്ങും. അങ്ങനെ ജീവൻ്റെ പരിണാമം അടുത്ത ഒരു തലത്തിലേക്ക് കടക്കാൻ സെൽഫിന് ഇത് വളരെയധികം സഹായിക്കും. സെൽഫ് റിയലൈസേഷൻ സംഭവിക്കുക അല്ല നമ്മളുടെ യഥാർത്ഥ ലൈഫ് പർപ്പസ്. സെൽഫിനെ അതായി സഞ്ചരിക്കാൻ അനുവദിച്ചുകൊണ്ട് അതായി നമ്മൾ ആയിത്തീരുമ്പോൾ മാത്രമാണ് ആ ഒരു പരിണാമം സംഭവിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുള്ളൂ. അപ്പോൾ യഥാർത്ഥ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ സൂക്ഷ്മബോധതലത്തിലേക്ക് ആക്സസ് നേടുക എന്നതാണ്. ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക അല്ല യഥാർത്ഥ മെഡിറ്റേഷൻ. ഏതെങ്കിലും ഒരു സൗണ്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻ വോയിസ് നരേഷൻ കേട്ടുകൊണ്ട് അത് ഡെയിലി പാറ്റേൺ ആക്കി നമ്മുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതും ബ്രെയിനിൽ ഒരു പാറ്റേൺ ആയി മാറുക മാത്രമേ ഉള്ളൂ. അത് അടുത്തൊരു ബോധതലത്തിലേക്ക് കടക്കില്ല. ആ 10% ബ്രെയിനിൽ ഒരു പാറ്റേണായി അനദർ പാറ്റേണായി അവിടെ നിൽക്കും. പക്ഷേ അതർ 90% ഈ കോൺഷ്യസ്നെസ് ലെയർ ഉള്ളത്. അതിലേക്ക് കടന്നാൽ മാത്രമാണ് അറ്റോമിക് ലെവലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അറ്റോമിക് ലെവലിലേക്ക് കടന്നാൽ മാത്രമാണ് സബ് അറ്റോമിക് ലെവലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ.
അങ്ങനെ ആ സ്ട്രിങ്ങിലേക്ക്, ആ മ്യൂസിക്കിലേക്ക്, ആ പ്രണവത്തിലേക്ക് നമ്മൾ ലയിക്കാൻ സാധിക്കുള്ളൂ. അതിലൂടെ മാത്രമാണ് നമ്മൾ അതർ ഡയമെൻഷനിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ മാത്രമാണ് അതിൻ്റെ സെൽഫ് റിയലൈസേഷനിലേക്ക് പൂർണ്ണമായും എത്താൻ നമുക്ക് സഹായകമാകുള്ളൂ.